ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ഈ പഫ് സ്ലീവ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ടോട്ടൽ സ്ലീവ് ലെങ്ത് 9.25 ഇഞ്ചാണ്. അതിൽ നിന്നും നമ്മുടെ യോക്കിന് വേണ്ട പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ സ്ലാഷ് ചെയ്ത് ഏറ്റവും നടുക്ക് ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്ത് രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ സ്ലാഷ് ചെയ്തിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. അതാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. ആ സ്ലീവിൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ലൈനിൽ കട്ട് ചെയ്യുന്ന ഓരോ പീസും സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി യോക്കിന് വേണ്ട പോർഷൻ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു. സ്ലീവിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ നിങ്ങൾക്ക് കാണാം ഒരു 2 ഇഞ്ച് എങ്കിലും മാക്സിമം 2 ഇഞ്ച് കണ്ടോ വീതി കൂട്ടിയിട്ടാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. പേപ്പർ പാറ്റേണിൻ്റെ സൈസിലാണ് പഴയ പാറ്റേൺ ഇരിക്കുന്നത്. എന്നിട്ട് നടുക്ക് വശം ഇതുപോലെ മടക്കി നോച്ച് കൊടുക്കുന്നു. ഇനി ഗ്യാദറിംഗ് ആണ് ചെയ്യുന്നത്. 2 റോ സ്റ്റിച്ച് ലെങ്ത് കൂട്ടി നമ്മൾ ഇടുന്നു. എന്നിട്ട് ബോബിൻ ത്രെഡിൽ പിടിച്ചിട്ട് ഇതുപോലെ വലിച്ച് ചുരുക്കി വരുത്താം. അങ്ങനെ 2 സൈഡിൽ നിന്ന് വലിച്ചിട്ട് വേണം ഗ്യാദർ ചെയ്യാനായിട്ട്. എന്നിട്ട് ബ്ലൗസിലോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ചസിൻ്റെ നടുക്കൂടെ വരത്തക്ക വിധം, അതായത് ഗ്യാദറിങ് ചുളുങ്ങി പോവാതെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിന് ശേഷം അടിവശത്തു നിന്നും അതുപോലെ തന്നെ 2 റോ സ്റ്റിച്ച് കൊടുത്ത് അവിടെ കൂടെ നമ്മൾ ഗ്യാദർ ചെയ്യുന്നു. ഇനി ഈ യോക്ക് പോർഷനിലോട്ട് നമുക്ക് സ്ലീവിൻ്റെ അടിവശം അറ്റാച്ച് ചെയ്യാം. 2 അറ്റത്തും പിൻ ചെയ്തിട്ട് നമുക്കത് ലെവലാക്കാം. കുറവോ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ യോക്ക് പോർഷനിൽ ഒരു ലൈനിങ് കൊടുത്തിട്ടാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി സ്ലീവിൻ്റെ ടോപ്പ് പോർഷന് ചുരുക്ക് നേരെ എന്തോരം കൂടുതലാണോ കുറവാണോ എന്നറിയാൻ വേണ്ടി ഇതുപോലെ നമ്മുടെ ബേസിക് സ്ലീവ് പാറ്റേണിൽ ഞാൻ വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കുന്നു. ആ സ്ലീവ് പാറ്റേൺ തന്നെയാണ് ഞാൻ സ്ലാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇപ്പോൾ 2 സൈഡിൽ നിന്ന് നമുക്ക് ഈക്വലാണെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ ബ്ലൗസിൽ അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.